ആദരണീയനായ അധ്യക്ഷൻ ടൈസ് FPCയുടെ ചെയർമാൻ സി കെ റോയി പോൾ IAS, കേരളത്തിൻ്റെ ആദരണീയനായ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സാറ്, ഡോക്ടർ കുര്യൻ വെങ്കടത്ത്, ശ്രീ രജി വർഗീസ്, ആദരണീയനായ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, ശ്രീ ജോർജ് കുളങ്ങര, ശ്രീമതി ഷെർലി സക്കറിയാസ്, ശ്രീ ഷഫ് ആദരണീയ ശ്രീ നളൻ, ഡോക്ടർ നഴ്സൺ പി എബ്രഹാം, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആരോടും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കൃഷി നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളാരും കൃഷി ചെയ്യുന്നില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിലും കൃഷിയുടെ ആനുകൂല്യം നമ്മളെല്ലാം കൈപ്പറ്റുന്നുണ്ട്. കൃഷിയുടെ ആനുകൂല്യമാണ് നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ചായ. പാല് കൃഷിയാണ്, പഞ്ചസാര കൃഷിയാണ്, തേയില കൃഷിയാണ്. പച്ചവെള്ളവും പാത്രവും തീയും മാത്രമേ ഇതിനകത്ത് ഉണ്ടാക്കാൻ പിന്നെ വേണ്ടി വന്നുള്ളൂ. നമ്മുടെ ഭക്ഷണം നിങ്ങളെല്ലാം എടുത്ത് നോക്കുള്ളൂ. രാവിലെ മുതൽ വൈകുന്നത് വരെ, രാത്രി വരെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും എടുത്ത് നോക്കും. 95% ഭക്ഷണവും കൃഷിയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം ആദ്യം കൃഷി ചെയ്യാനും കൃഷിയും പരിസ്ഥിതി സംരക്ഷണവുമാണ് മനുഷ്യനെ ആദ്യം ഏൽപ്പിച്ച 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ആ ഭക്ഷണം ഏറ്റവും പ്രധാനമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷിയിൽ. പിന്നാണ് അതിൻ്റെ മറ്റു വിശദാംശങ്ങളെല്ലാം കൂടി പറഞ്ഞു പോകാൻ വരുമ്പോഴേക്കും 10,000-15,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൃഷി കണ്ടുപിടിക്കുന്നത്. കൃഷി കണ്ടുപിടിച്ചതിൻ്റെ ഭാഗത്തിൻ്റെ വലിയ മെച്ചങ്ങൾ ലോകത്തിനുണ്ടായി. നമുക്ക് തന്നെ മനുഷ്യൻ്റെ ഈ ചരിത്രം പറയുന്നത് പല അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ നമുക്ക് പണ്ടൊക്കില്ലായിരുന്നു. ഇപ്പം ലേബിയോ ഡെൻഡൽസ് എന്ന് പറയുന്ന വാക്കുകളുണ്ട്, അത് ഉച്ചരിക്കാൻ നമുക്ക്, ആ ഉച്ചാരണം കൃഷി വന്നതോടുകൂടിയാണ്. കൃഷി വന്നതോടുകൂടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിലേക്ക് എത്തി, ഭക്ഷണം പാചകം ചെയ്യുന്നതിലേക്ക് എത്തി. ആ പാചകം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേർമയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ, കട്ടി കുറഞ്ഞ ഭക്ഷണങ്ങൾ. നേരത്തെ ഈ ഇറച്ചി പശുവിൻ അല്ലെ മൃഗങ്ങളുടെയൊക്കെ മാംസം കടിച്ചു കുറച്ച് കഴിക്കുന്നതായിരുന്നല്ലോ ആദ്യ മനുഷ്യനുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മാറുമ്പോഴേക്കും ഈ എല്ലുകളുടെയും ഈ നാക്കിൻ്റെയും ഈ പല്ലുകളുടെയും ഒക്കെ ഇത് വലിയ വ്യത്യാസം വന്നു ഈ ആദ്യ മനുഷ്യരിൽ നിന്ന് പിന്നീട് വരുന്ന മനുഷ്യരിലേക്കില്ല. അതുകൊണ്ടാണ് ഈ ലേബിയോ ഡെൻഡൽസിന്റെ ഉച്ചാരണത്തിനൊക്കെ കഴിഞ്ഞത് ഈ കൃഷി കണ്ടുപിടിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. ഇങ്ങനെ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങുന്നതാണെന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ കൃഷിയുടെ ഭാഗമായി വന്ന മെച്ചങ്ങളാണ്. ഇവിടെ തിരുവേണി പറഞ്ഞു, ഒരു 75കളുടെ എല്ലാം കാര്യം പറഞ്ഞു. ഇങ്ങനെ ഈ കൃഷിയിലെ കാലം കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൃഷി ചെയ്യാണ്ട് ഉപേക്ഷിച്ചു. പലവിധ കാരണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന് മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം ഒരു മോശപ്പെട്ട ഇതാണ് തോന്നുന്നത്. കായികാധ്വാനം കൂടുതൽ വേണ്ട പണികളിൽ ഏർപ്പെടുന്നതെല്ലാം ഒരു മോശപ്പെട്ട ഒന്നായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം ഇതെല്ലാം പറയുമ്പോഴും ഇത് അതിനൊരു അവഗണിക്കുന്ന തരത്തിലേക്ക് എത്തി. അതുകൊണ്ട് ആരെ കൊണ്ടാവും മണ്ണിലിറങ്ങുന്നവരും മണ്ണ് വെട്ടി നിൽക്കുന്നവരെല്ലാം ഒരു മോശപ്പെട്ടവരായിട്ടുള്ള ഒരു രീതി മാറിയപ്പോഴേക്കും കൃഷിയിൽ നിന്ന് മാറി പിന്നീട് മറ്റൊരുപാട് ഘടകങ്ങളെല്ലാം ഉണ്ടായി. ഇതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റിടങ്ങളിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ അത് സ്വാഭാവികമായിട്ട് ഏത് സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്. മെച്ചപ്പെട്ട കൂടുതൽ വരുമാനം കിട്ടുന്ന ഇടങ്ങളിലേക്ക് വന്നു, വിദ്യാഭ്യാസം ചെയ്ത് വന്നു, വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഉയർന്ന പദവികളിലേക്ക് എത്താൻ കഴിഞ്ഞു, ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു. അങ്ങനെ എല്ലാം കടന്നപ്പോഴേക്കും നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ വാങ്ങിച്ചാൽ പോരെ എന്ന കാര്യത്തിലേക്ക് എത്തി. ഏത് കാര്യവും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിൽ അതിനാവശ്യം പണം ഉണ്ടായാൽ മതിയാവും. അപ്പം പണം ഉണ്ടാക്കുക എന്നതിന് പ്രാമുഖ്യം വരികയും ബാക്കിയെല്ലാം നമുക്ക് വാങ്ങിക്കാം എന്ന തരത്തേക്കും നമ്മുടെ മുമ്പിൽ ഒരു ചിന്താഗതി ഉയർന്നു വന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി ഉള്ള വരുമാനവും നാട്ടിൽ തന്നെയും മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടുള്ള വരുമാനം ആയപ്പോഴേക്കും നമുക്ക് ആ വരുമാനത്തിൽ ഒരു രംഗങ്ങളിൽ നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്തത്. ആ ഉയർച്ച ഈ ഇടങ്ങളിൽ നിന്ന് ഇത്തരം ജോലികളിലൊക്കെ ഏർപ്പെടുന്നതിൽ നിന്ന് നമ്മളെ ഒന്ന് വിലക്കി മാറ്റി കൃഷിയിടങ്ങൾ വെറുതെ ഇടുന്നിടത്തേക്ക് എത്തി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പണം കൊടുത്ത് വാങ്ങിക്കാം എല്ലാം എന്ന ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യനെത്തി. എല്ലാത്തിനെയും പണം നിയന്ത്രിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ലാഭം ഏറ്റവും പ്രമുഖമായ ഒന്നായി മാറിയാൽ എത്തിക്സിന് പിന്നെ യാതൊരു വിലയുണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഈ ന്യായം, നീതി, അതൊക്കെ പറയുന്നതിനൊന്നും വലിയ ഗൗരവമുണ്ട്. എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്തും. പണം ആധിപത്യം
പുലർത്തുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കാവുന്ന ദുരിതങ്ങളെല്ലാം നമ്മളിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഘടകം ഇത് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴും ഈ മേഖലയിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വന്നു കയറി നമുക്ക് ഇന്ന് വലിയ ബുദ്ധിമുട്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു പോകാൻ ഒരുപെടുകയില്ല. നമ്മുടെ 95% ഭക്ഷണവും കൃഷിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഈ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് വളരെ വലുതായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ICMR-ന്റെ ടീം വീണ്ടും കേരളത്തിൽ വന്നു. ഇപ്പോൾ വീണ്ടും കേരളത്തിൽ വന്നേക്കുന്നത് ഈ നമ്മുടെ മസ്തിഷ്കം തിന്നുന്ന അല്ലെങ്കിൽ അമീബ എന്ന് വിളിക്കുന്ന പുതിയ അസുഖം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ICMR ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ICMR എന്നുള്ള ഒരു സ്ഥാപനം നമ്മുടെയൊക്കെ ചർച്ചകൾ വന്നത്. കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതലായത് ആയിട്ട് ICMR നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രമുഖമായ ഗവേഷണ സ്ഥാപനമാണ്. അവർ പറഞ്ഞു 56.4% രോഗങ്ങൾ ഉണ്ടാവുന്നത് ഭക്ഷണങ്ങൾ. വെറും അല്ല, അവരടുത്ത് ഉപയോഗിച്ച വാക്ക് അൺഹെൽത്തി ഡയറ്റ് എന്നാണ്. നമ്മുടെ പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് അനാരോഗ്യകരമായ ഭക്ഷണമാണ്. എൻ്റെ ഒരു വാക്കും അതിനകത്തില്ല, ഇത് അവരുടെ വാക്ക് തന്നെയാണ്. ICMR-ന്റെ പഠനമാണ് പറയുന്നത്. എന്തൊരു അപകടകരമായ സ്ഥിതിയാണെന്ന് ആലോചിച്ചു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക നമുക്കൊരു വലിയൊരു തൊഴിലാണ്. കൊതി എന്ന് പറയുന്നത് പോലെയാണ്. ആ ഭക്ഷണം കൊള്ളാം, അത് ഇപ്പം ശ്രീ നളൻ നല്ല പാചകമാണെന്നില്ല, അദ്ദേഹത്തിന്റെ രുചിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജയരാജ് സാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അത് തന്നെയാണ്. ഈ രുചി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇത് കഴിഞ്ഞില്ല. ഇതിന് താപ്പോട്ട് പോയാൽ നിങ്ങൾ എന്ത് രുചി അറിയുന്നു? ഒരു രുചിയും അറിയുന്നില്ല. ഈ നാക്കിന്റെ ഇടം മാത്രമാണ് നമ്മൾ ഈ രുചി. അതുകൊണ്ടാണ് ഈ അവന്റെ നാക്കാണ് മൊത്തം കുഴപ്പത്തിന്റെയും കാരണം. അവളുടെ നാക്കാണ് മുഴുവൻ കുഴപ്പത്തിനും. അവരുടെ അല്ല, നമ്മുടെ മുഴുവൻ നാക്കാണ്. നമ്മുടെ നാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്നില്ല. ഈ ശത്രു നമ്മൾ ആരെ കൊണ്ടെങ്കിലും രണ്ട് വർത്തമാനം ആർക്കെങ്കിലും എതിരായിട്ട് പറയുന്നു എന്നുള്ളതല്ല, പറഞ്ഞ വാചകം പിൻവലിക്കേണ്ടി വരുന്ന രാഷ്ട്രീയക്കാരുടെ പ്രശ്നവുമല്ല. അതെല്ലാം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നമാണ്. ഈ രുചി എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് നമ്മളെ ഇവൻ തളച്ചിട്ടുണ്ട്. നമ്മളെല്ലായിടത്തും കഴിക്കുകയാണ്. അനാരോഗ്യകരമായ ഭക്ഷണം കഴിച്ച് മാരകമായ രോഗങ്ങളുടെ അടിമകളായി നമ്മൾ മാറുന്നു. ദയനീയമായ സാഹചര്യം. ഞാൻ പഠിക്കാൻ പോയത് പന്തളം NSS കോളേജിലാണ്. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ആ സമയത്ത് പന്തളത്തിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലോ ഒരു ഹോസ്പിറ്റലുകളിലും ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ നിന്ന് പാമ്പ് കടിച്ച ഒരാളിനെ കോട്ടയത്തെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ വാക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കേൾക്കുന്നത്. ഡയാലിസിസ് എന്നത് സ്പെല്ലിംഗ് പോലും അറിയില്ല അന്ന്. ഇന്ന് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നാട്ടും പുറത്തു പോലും എല്ലാവർക്കും അവരുപയോഗിക്കുന്ന, എല്ലാവരും വിദ്യാഭ്യാസപരമായി കുറച്ച് ഉയർന്നു, അതുകൊണ്ട് ഘടകമായിരിക്കാം. പക്ഷെ എന്നാലും ഡയാലിസിസ് എന്നുള്ളത് ഒരു കോമൺ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ അടുത്തേക്ക് തന്നെയും എത്തിപ്പെട്ടൊരു വാക്കായി മാറി. ഞാൻ ഇന്ന് ചേർത്തൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡയാലിസിസ് യൂണിറ്റിലേക്ക് എന്നെയും കൂടി ആ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസിന്റെ ലിസ്റ്റിലൊന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും? ഇവിടെ നിന്ന് ഒരാൾ പോയെങ്കിലേ ഒരാളിനെ ഉൾപ്പെടുത്താൻ പറ്റും. അവിടെ നിന്ന് ഒരാൾ പോവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഏതർ അവർ ട്രാൻസ്പ്ലാന്റിന് വിധേയമാവണം, അല്ലെങ്കിൽ അവരില്ലാണ്ടാവണം. അതേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ഇവിടെ ഒരു വേക്കൻസി ഉള്ളൂ. വലിയ പ്രശ്നമാണ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറാണ് കേരളത്തിലെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ നോഡൽ ഓഫീസർ, ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഞാൻ അദ്ദേഹത്തെ നേരത്തെ എനിക്കറിയാം. അദ്ദേഹത്തിൽ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ രോഗികളെല്ലാം കൂടുന്നത് എന്ന്. ഈ കിഡ്നി രോഗം കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാക്ക് നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങുന്ന ഒരു കൂടുതൽ കേൾക്കുന്നുള്ളവർ ചോദിച്ചു, കൂടുകയാണെന്ന്. നമുക്കറിയില്ലല്ലോ, ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിനെ ഒരുപാടെന്നറിയാം. ഇവരോടൊക്കെ ചോദിച്ചല്ലോ കൂടും, മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ കൂടുന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഭക്ഷണവും ജീവിതശൈലിയുമാണ് കാരണമെന്നാണ് പറഞ്ഞത്. ഇത് കൂടുന്നതിന്റെ കാരണം. അപ്പൊ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ചിലപ്പോൾ അവരെല്ലാം എന്നെ വിട്ട് പിടിച്ചു പറഞ്ഞു, ആലപ്പുഴ മെഡിക്കലിലെ അവസ്ഥ കണ്ടില്ലേ, നമുക്കിവിടെ ഡയാലിസിസ് പേഷ്യൻസ് എണ്ണം കൂടുകയാണ്, സഹായിക്കണം. ഏതെങ്കിലും സ്ഥാപനങ്ങളോട് ഒന്ന് പറഞ്ഞ് കുറച്ച് മിഷൻ ഞങ്ങൾക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിനോട് സംസാരിച്ചു. അതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു നായരോടും
ശ്രീ സമ്പത്ത് എൻ്റെ ആൾക്കാരിൽ സംസാരിച്ച് അവരിപ്പോൾ ഒരു 20 മിഷൻ അവിടെ കൊടുക്കാം എന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞത് കൂടുതൽ ഡയാലിസിസ് മിഷനുകളല്ല പരിഹാരമാർഗം, കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളല്ല പരിഹാരമാർഗം. നിങ്ങളുടെ പരിഹാരമാർഗം നമ്മുടെ ഭക്ഷണത്തിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇത് നോക്കാണ്ടാണ് നമ്മൾ നിൽക്കുന്നതല്ല. നമുക്ക് ഈ പ്രാധാന്യം എല്ലാം കുറഞ്ഞു, കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു. കൃഷി എന്നത് അടുക്കളയുമായിട്ടായിരുന്നു നേരിട്ടുള്ള ബന്ധം. അടുക്കളയുടെ പ്രാധാന്യവും കുറഞ്ഞു. 25 കൊല്ലം മുമ്പ് വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു അടുക്കള സെറ്റ് ചെയ്തിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എങ്ങനെയാണ് അടുക്കള വരുന്നത് എല്ലാം ആലോചിച്ച് നോക്കുക. അടുക്കള കുറഞ്ഞു, 2 or 3 പാർട്ടായിട്ട് മാറി. വിറക് വെക്കുന്നത് എന്നൊരു ഭാഗം, ഗ്യാസിൻ്റെ വേറൊരു ഭാഗം, പുതിയത് വേറൊരു ഭാഗം. ഈ വിറകൊക്കെ വെക്കുന്നതൊക്കെ വെറുതെ ഒറ്റ ദിവസം പറഞ്ഞു പോകുന്നതല്ലാതെ പിന്നെ അങ്ങോട്ടാരും തിരിഞ്ഞു നോക്കുകയില്ല എന്നുള്ളതാണ് വേറൊരു വസ്തു. ഞാൻ അതിൻ്റെ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇങ്ങനെ എല്ലാം നിൽക്കുന്നിടത്ത് നമുക്ക് അടുക്കളയോടുള്ളൊരു പ്രാധാന്യവും കുറഞ്ഞു വന്നു. അടുക്കളയോടുള്ള പ്രാധാന്യം കുറഞ്ഞപ്പോൾ, അടുക്കളയ്ക്ക് പ്രാമുഖ്യം കുറഞ്ഞപ്പോൾ ആശുപത്രികൾക്ക് പ്രാമുഖ്യം കൂടി. അടുക്കളയുടെ അളവ് കുറഞ്ഞപ്പോൾ ആശുപത്രിയുടെ വലിപ്പമാണ് കൂടിയതല്ല. ആ അടുക്കളയ്ക്ക് ഒരു ഭൗതികതയും ആത്മീയതയും ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലെ ഒരു സാധാരണ ചായക്കച്ചവടക്കാരനെ എനിപ്പോഴും ഓർക്കും. ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, കുറേ കടകൾ. രാവിലെ വന്നു കടയെല്ലാം തുറന്നു, അടുപ്പ് കൂട്ടി. ചായക്കുള്ള വെള്ളമാണല്ലോ അവരാദ്യം ചായക്കടയിൽ ആദ്യം വെക്കുക. അവർ ചായക്കുള്ള വെള്ളം വെച്ചു, നേരെ പോവുകയാണ്. ഒന്ന് റെഡിയാവുകയാണ്. പുള്ളിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം നടത്തി എല്ലാം കളിയാക്കും. 2 തൊട്ടി വെള്ളം മതി എന്നൊക്കെ പറഞ്ഞവരെ കളിയാക്കും. പക്ഷെ ഒന്ന് കുളിച്ചു, നേരെ വന്നു, ഒരു മെഴുകുതിരി കത്തിച്ചു, അല്ലെങ്കിൽ ഒരു നിലവിളക്ക് കൊളുത്തി, അല്ലെങ്കിൽ ചന്ദനത്തിരി കൊളുത്തി അങ്ങോട്ട് വെച്ചു. ഒരു ചെറുത ഒന്നോ 2 എന്തോ അവർ മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചു, നേരെ വന്നു, ആദ്യത്തെ ചായ ഒഴിക്കാൻ തുടങ്ങി. ആ കൊടുക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതായിരിക്കണം, കൊടുക്കുന്ന ഭക്ഷണം ശുദ്ധിയുള്ളതായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അടുക്കളയ്ക്ക് ഒരു ഭൗതികതയും ഉണ്ടായിരുന്നു, അടുക്കളയുടെ ഒരു ആത്മീയതയും ഉണ്ടായിരുന്നു. ആ അടുക്കള ചില അമ്മമാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു അധികാര കേന്ദ്രം ആയിരുന്നു. അവിടെ വേറെ ആൾ കയറുന്നത് തന്നെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവം പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. ഒരമ്മ അല്ലെ അമ്മായി അമ്മ അവരുടെ അധികാര കേന്ദ്രമായിരുന്നു അടുക്കള. വേറൊരാൾ കയറുന്നത് ഇഷ്ടമല്ല, വേറൊരാൾ എന്തെങ്കിലും കയറി ചെയ്യുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇതെല്ലാം ഉണ്ടാവും. അത് ആ അടുക്കള അങ്ങനെ ഒരു പ്രാധാന്യത്തോടുകൂടി കണ്ടു. അടുക്കള വൃത്തിയാക്കി സൂക്ഷിച്ചു, വെടുപ്പാക്കി സൂക്ഷിച്ചു, പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും അവരുടെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിനൊരു പവിത്രത ഉണ്ടായിരുന്നു. ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഗൗരവം ഉണ്ടായിരുന്നു, കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഒരു വലിയ യുഗത്തിൽ, കൃത്രിമ ബുദ്ധിയുടെയും ഒക്കെ ഒരു വലിയ യുഗത്തിൽ നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മൾ ഇതെല്ലാം മാറ്റിക്കളഞ്ഞ് നമ്മൾ പോകുന്ന ഈ പോക്ക് അനാരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ അപകടകരമായ രോഗങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാവി ഇരുളടഞ്ഞതായി മാറുന്നു എന്ന് വരുന്നത്. ക്യാൻസറിന്റെ കാരണമാവുന്നതിനെ കുറിച്ചും ഇതെല്ലാം പറഞ്ഞു. ഞാൻ അതെല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇതെല്ലാം കൂടി പറഞ്ഞു പോകാൻ ഞാൻ ഒരുപിടിയില്ല. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെല്ലാം? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ. ഈ ജീവിതം മനോഹരമായി തീരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ നമുക്ക് തന്നെ ഒരു ബാധ്യതയില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കണം എന്നായിരിക്കുമല്ലോ എല്ലാവർക്കും ആഗ്രഹമുള്ളത്. ആഗ്രഹമില്ല? നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ല? എൻ്റെ അമ്മൂമ്മ പറയുമായിരുന്നു, അങ്ങ് ജീവിതം അങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങ് എടുത്താ മതിയായിരുന്നു എന്ന് പറയും. പക്ഷെ ഒരു പനി വരുമ്പോൾ പെട്ടെന്ന് ആശുപത്രി പോവുകയും ചെയ്യും. അതെന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് തമാശയായിട്ട് അന്ന് അപ്പാവും അമ്മമ്മയോട് ചെയ്യും, മരിച്ചു കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വെറുതെ പറയുന്നതാണ്. മരിച്ചാൽ മതിയായിരുന്നു. വീട്ടിൽ വഴക്കൊക്കെ കൂടുമ്പോൾ വീട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമുക്ക് നിൽക്കുന്ന എല്ലാവരും നല്ല ആയുസ് വേണ്ടിയാണ്. നമുക്കെല്ലാം ഒരു നിശ്ചിത പീരീഡ് ഉണ്ട് ഇതിനെല്ലാം. ബാല്യം, ശൈശവം, പിന്നെ ബാല്യം, അത് കഴിഞ്ഞ് കൗമാരം, അത് കഴിഞ്ഞ് യൗവനം. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിഞ്ഞ് അടുത്തതിലേക്ക് ഉടനെ നമ്മൾ കയറിയിരിക്കും. ശൈശവം ഇത്ര കാലം എന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ബാല്യത്തിലേക്ക് വെച്ചിരിക്കും. ബാല്യം കഴിഞ്ഞാൽ കൗമാരമാണ്, കൗമാരം കഴിഞ്ഞാൽ യൗവനമാണ്. എനിക്ക് പ്രൊമോഷൻ വേണ്ട, ഞാൻ ബാല്യത്തിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിലൊക്കെ ആയിരിക്കും, ഇവിടെ കൂല കേട്ടോ. യൗവനം കഴിഞ്ഞാൽ വേണ്ട, ഞാൻ ഇനി പോകുന്നതേ ഇല്ല, ഞാൻ യൗവനത്തിൽ തന്നെ നിന്നോളാം, ഞാൻ സീറ്റ് മാറുന്നില്ല, എനിക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിൽ നടക്കും. പ്രൊമോഷൻ വേണ്ട എന്ന് വേണമെങ്കിൽ ആ സീറ്റിൽ ഇരിക്കാം, പക്ഷേ ജീവിതത്തിൽ നടക്കുകയില്ല. നിങ്ങൾ നേരെ അവിടെ നിന്ന് നിങ്ങളെ എടുത്ത് മാറ്റിയിരിക്കും.
പിന്നെ കിട്ടുന്നത് യൗവനം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് വാർദ്ധക്യമാണ്. നീണ്ടു കിട്ടുന്നത് മുഴുവൻ വാർദ്ധക്യമാണ്. യൗവനം നിങ്ങൾക്ക് നീട്ടി കിട്ടത്തില്ല, നിങ്ങൾക്ക് കൗമാരം നീട്ടി കിട്ടത്തില്ല, നിങ്ങൾക്ക് ബാല്യവും ശൈശവവും നീട്ടി കിട്ടത്തില്ല. നീട്ടിക്കിട്ടുന്നത്, ആയുസ് നീളുന്നത് വാർദ്ധക്യത്തിൽ തന്നെ. ആ വാർദ്ധക്യത്തിലാണ് നമുക്ക് ഒരുപാട് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നിക്ഷേപം നടത്തേണ്ട അവിടെയാണ്. നമ്മൾ ബാങ്കിലെല്ലാം കൊണ്ടും നല്ല നിക്ഷേപമൊക്കെ നടത്തി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്ത് നിക്ഷേപമാണ് ഈ നടത്തുന്നതെല്ലാം? ഒരു അർത്ഥമില്ലാത്ത തരത്തിലേക്ക് അത് നമ്മളെ പലപ്പോഴും നയിക്കും. എന്തൊരു തട്ടിപ്പ് പരിപാടിയില്ല നമ്മൾ തന്നെ നടത്തുന്നത്. നമ്മൾ കൊണ്ടത് പണമെല്ലാം കൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുകയാണ് ബാങ്കിൽ നിക്ഷേപം. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിക്ഷേപം നടത്തുന്നതാണ്. ആ നിക്ഷേപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഭക്ഷണത്തിന്റെ. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ആയുസ് കൂടുതൽ 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മേഖല അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ബ്ലൂ സോൺ എന്നാണ് വിളിക്കുക. ഇപ്പൊ ബ്ലൂ സോൺ എന്ന് പറഞ്ഞില്ല, ഈ ഭൂപടത്തിൽ ഇങ്ങനെ നീലമഷി കൊണ്ട് അടയാളപ്പെടുത്തിയപ്പോൾ അതിന്റെ പേരിലാണ് ഈ ബ്ലൂ സോൺ എന്നുള്ള പേര് വന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ബ്ലൂ സോൺ എന്ന് പറഞ്ഞാല് 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുക ഉള്ള മേഖല. ഇപ്പൊ ജപ്പാനിന്റെ ഒരു മേഖലയുണ്ട്, ഇറ്റലിയിലുണ്ട്, കാലിഫോർണിയയിലുണ്ട് ഈ ബ്ലൂ സോൺസ് ഉണ്ട്. ഈ ബ്ലൂ സോണിന്റെ എന്തുകൊണ്ട് ഇവർക്ക് 100 വയസ്സിൽ കൂടുതൽ ഇവരുടെ ജീവിച്ചിരിക്കാൻ പറ്റുന്നു? അത് നോക്കുമ്പോഴാണ്, ഒന്ന് അവരുടെ ഭക്ഷണം തന്നെയാണ്, രണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ആയുസ് കൂടുന്നു എന്നാണ്. ഗാർഡനിങ് കൊണ്ട് നമ്മൾ ഈ ഇവിടെ തന്നെ എടുത്തു നോക്കും, എത്ര ഇതാണെന്ന് പറയണം, IAS ആണ്, അല്ലെ മന്ത്രിയാണ്, പിന്നെ തിരുവേണിയാണെന്ന് പറയുന്നില്ല, പുരുഷന്മാർക്ക് ആയുർദൈർഘ്യം ആയുസ് കുറവാണ്. കമ്പാരിറ്റീവ്ലി സ്ത്രീകൾക്കാണ് കൂടുതൽ. സ്ത്രീകൾ കുറച്ചേരൊക്കെ എല്ലാം ഏറ്റുവാങ്ങി എല്ലാം ചെയ്യുമ്പോഴും സ്ത്രീകൾക്കാണ് പൊതുവിൽ ആയുസ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. നമുക്ക് 100 വയസ്സിൽ കൂടുതൽ ആയുസ് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആളുകളുള്ള ബ്ലൂ സോൺ നോക്കുമ്പോഴും ഇതൊരു ഘടകമാണ്. ഇവിടെയാണ് ഭക്ഷണം എന്നതിന്റെ പ്രാധാന്യം നമ്മൾ നിൽക്കുന്നതല്ല. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ലോകം വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയുള്ള ഭക്ഷണമാണ്, എന്താണ് എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത എല്ലാം ഉള്ളത്. നമുക്ക് ഇപ്പൊ ഇന്നത്തെ, ഞാൻ ഹിന്ദുവിനകത്ത് ഞാനൊരു ആർട്ടിക്കൽ കണ്ടു, പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ക്യാൻസർ ആൻഡ് ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഹിന്ദുവിനൊരു ആർട്ടിക്കൽ ഉണ്ട്. ഈ സസ്യാഹാരം നമുക്ക് ഇതിന്റെ ബർഡനെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഈ ലാൻഡ്സെറ്റിലടക്കം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൽ കണ്ടത്. അപ്പം ഈ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് ലോകം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. കൃഷി അടിസ്ഥാനപ്പെടുത്തുന്നത് കാണുന്നുണ്ട്, കൃഷി ചെയ്യുന്നതിന് ഗൗരവം കാണുന്നുണ്ട്, ചില മേഖലകൾ നോക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന അവസരത്തിലാണ് കൃഷിയുടെ പ്രാധാന്യം കൂടുകയും ഈ രംഗത്തേക്ക് നിൽക്കുന്നവരുടെ ഒരു മെച്ചപ്പെട്ട കൊണ്ടുപോകാൻ കഴിയുന്ന ഇടത്തിലേക്ക് ഇതിനെ മാറ്റുകയും ചെയ്തത്. അവിടെയാണ് പുതിയൊരു തരം കൃഷി രീതികളും സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ വരുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് നമ്മളിപ്പോൾ സാധാരണ കർഷകർ ചെയ്യുന്നത് എന്താ? വിത്തിട്ടു, പിന്നെ അത് പരിചരിച്ചു, വിളവെടുത്തു, വിൽക്കുന്നു. ഇതാണ് പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത്. ഒന്നുകിൽ വിത്തിട്ടു അല്ലെങ്കിൽ തൈ നട്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്പർ 1. നമ്പർ 2 പരിചരണമാണ്. വെള്ളം കൊടുക്കുന്നതും വളം കൊടുക്കുന്നതും ഒക്കെ പരിചരണത്തിനകത്ത് വരുന്നതാണ്. 3 അതിന്റെ വിളവെടുപ്പാണ്. 4 വിൽപ്പനയാണ്. ഇത് പ്രൈമറി അഗ്രികൾച്ചർ. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം. അതുകൊണ്ട് കർഷകന് വലിയ മെച്ചം ഉണ്ടാകത്തില്ല. ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതാണ്, ഇല്ലേ? എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഈ വാങ്ങിക്കുന്നതിന്റെ ഒക്കെ വില നിശ്ചയിച്ചാൽ ആ കടക്കാരൻ നമ്മുടെ ഷർട്ടിന്റെ, മുണ്ടിന്റെ, സാരിയുടെ, ചുരിദാറിന്റെ, കണ്ണട, മൊബൈൽ ഫോൺ, പേന, ചെരുപ്പ്, വാച്ച് ഒക്കെ നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കി കണ്ണടയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വാങ്ങിച്ചതാണ്. വില പറഞ്ഞു, അത് 1000, 2000, 3000, 4000 നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഓഫർ ഉണ്ടെന്ന് പറയുന്നു. ശരി, ഇത്രയുള്ള ഓഫർ, കൂടുതലുണ്ട് തരുന്നവർ. ഉൽപ്പാദിപ്പിച്ച കമ്പനിക്കാരൻ അവർ തീരുമാനിച്ച വില, അവന്റെ ലാഭം ഉൾപ്പെടെ ചേർത്ത് ഒരു കടയിൽ കൊടുത്ത് ആ കടക്കാരൻ നമ്മൾ മേടിക്കുകയാണ്. ഏത് ഉൽപ്പന്നത്തിന്റെയും വില നിശ്ചയിക്കുന്നത് ഉൽപാദകനാണ്, അല്ലെ? ഏത് ഉൽപ്പന്നത്തിന്റെയും വില നിശ്ചയിക്കുന്നത് ഉൽപാദകനാണ്. പക്ഷെ അങ്ങനെ വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, കർഷകർ. ഞാൻ എന്റെ തേങ്ങ കൊണ്ടുവച്ചു, വില നിശ്ചയിച്ചത് വാങ്ങിക്കാമെന്ന നിങ്ങളാണ്. ഞാൻ എന്റെ ചക്ക കൊണ്ടുവച്ചു, വില നിശ്ചയിച്ചത് വാങ്ങിക്കാമെന്ന നിങ്ങളാണ്. ഞാൻ ഒരു ഉടുപ്പ് കൊണ്ടുവച്ചു, വില നിശ്ചയിച്ചത് നിങ്ങളല്ല, ഞാനാണ്. ഞാനൊരു പാൻറ് ഇവിടെ കൊണ്ട് തൂക്കി വിൽക്കാനായിട്ട് ആ 10 പാൻറ് കൊണ്ടുവച്ചു, വില നിശ്ചയിച്ചത് നിങ്ങളല്ല, ഞാനാണ്.
ഞാനിവിടെ നെല്ല് കൊണ്ടുവച്ചു, വില നിശ്ചയിച്ചത് നിങ്ങളോ? ഞാൻ പച്ചക്കറി കൊണ്ടുവച്ചു, വില നിശ്ചയിക്കുന്നത് നിങ്ങളോ? മാർക്കറ്റ് വില നിശ്ചയിക്കുകയാണ്. ഇന്നത്തെ കമ്പോളം കണ്ടുണ്ടായിരുന്നു റേഡിയോ, കമ്പോളം മൊത്ത നിലവാരം, വില നിലവാരം അവരോട് ഓഫാക്കണ റേഡിയോ എന്ന് അപ്പോൾ വീട്ടിൽ പറയും ആൾക്കാർ. കേട്ടോ, നെടുമങ്ങാട്, തിരുവനന്തപുരം വരികയാണ്, മാർക്കറ്റിന്റെ പറയുകയാണ് ഇത്ര വില. ആരാ നിശ്ചയിക്കുന്നത്? ഈ കർഷകന്റെ അധ്വാനം ഉൾപ്പെടെ കണക്കാക്കേണ്ടത്. അപ്പൊ ഈ വിപണിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എപ്പോഴും ഈ കാർഷികോൽപ്പന്നങ്ങളുടെ വില ചിലപ്പോൾ കൂടി. തെങ്ങയ്ക്ക് വില ഒന്ന് ഒരു കാലാവസ്ഥ വ്യതിയാനം, പലയിടത്തുണ്ടായ മറ്റു പ്രശ്നങ്ങളും ഒക്കെ കൂടിക്കൊണ്ട് നാളികേരത്തിന്റെ ഇത് കുറഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ സാധനം ഒരെണ്ണം ഇല്ലാണ്ടാവുമ്പോൾ വില കൂടും. അത് സ്വാഭാവികമായൊരു എക്കണോമിക്സ് വരുന്നതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കില്ല, എന്റെ സബ്ജക്റ്റ് അതൊന്നും അല്ല. അപ്പൊ നമുക്ക് ഈ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നിൽക്കുന്നിടത്ത് നിന്ന് ഇതുകൊണ്ട് കർഷകന് ചില അവസരത്തിൽ നല്ല പൈസ കിട്ടി, ചില അവസരത്തിൽ കുറഞ്ഞു പോയി. ഈ കർഷകൻ വലിയ ആഗ്രഹമുള്ളവരൊന്നും അല്ല. ഒരു പരുവത്തിലൊക്കെ ജീവിച്ചങ്ങ് പോവുക, അത്യാവശ്യം കൊച്ചൊരു വീട് വെച്ചു, പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു, കല്യാണം കഴിച്ചയച്ചു, സമാധാനമായി എന്നിടത്താണ് നിൽക്കുന്നില്ല. അത് സമൂഹത്തിൽ വലിയ അന്തസ്സ് അവർക്ക് കൊടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് അടുത്ത തലമുറ കൃഷിയിൽ നിന്നും മാറിയിട്ട് മറ്റു പലതിലേക്കും മാറി കുറച്ച് വലിയ മെച്ചപ്പെട്ട ഇടത്തിലേക്ക് വന്ന് അവൻ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അവന്റെ പദവി ഉയരുകയാണ്. സ്വാഭാവികമായിട്ടും സമ്പത്തിലും വരുന്നുണ്ട്, നമ്മുടെ തന്നെ ഒരു പദവി ഉയരും. നമ്മൾ നിൽക്കുന്ന ഇതിൽ നിന്ന് ആ പദവി ഉയർന്ന സമൂഹത്തിൽ ഒരു അംഗീകാരത്തിന്റെ പ്രശ്നമാണല്ലോ. ചില പദവികളിലേക്ക് നമ്മൾ എത്തും. ആ പദവികളിലേക്ക് എത്തുമ്പോൾ ചില ഒരു ജോലിയാകുമ്പോൾ സർക്കാർ ജീവനക്കാരൻ പണ്ടങ്ങനല്ലേ ശ്രീപത്മനാഭന്റെ 4 ചക്രം വായിക്കുന്നവർക്ക് എഴുതുന്നുണ്ട്. കല്യാണത്തിന് ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ നോക്കുന്നുണ്ടെ ജോലി എന്താ, പയ്യ എന്താ ജോലി ഉള്ളത് ചോദിക്കുന്നത്, അങ്ങനെയല്ലേ നോക്കുള്ളൂ. നിങ്ങൾ ഒരു സർക്കാർ ജോലിക്കാരനാണ്, ശരി നമുക്ക് അത് ആലോചിക്കാം എന്നതിൽ വരികയാണ്. ഇതൊരു അപ്പൊ എത്ര ഒരു ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇവരൊക്കെ ഉണ്ട് കേട്ടോ, ഇവരൊക്കെ ഉണ്ടെന്ന്. ഞാനൊരിക്കൽ ഞങ്ങളുടെ കൃഷി വകുപ്പിലെ ജീവനക്കാരുടെ ഒരു മീറ്റിംഗിൽ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ടേ ചോദിച്ചു, നിങ്ങൾ ചിങ്ങ 1 സമ്മേളനത്തിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ചോദിച്ചു. നല്ലവണ്ണം ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ഞാനൊരു 3-4 പേരെ ഇങ്ങനെ പേരെ കാണിച്ചിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരുടെ തെറ്റ് പറഞ്ഞു, എന്താ പറയുന്നത് നിങ്ങൾ ചിങ്ങ 1? എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു ജീവനക്കാരുമായിട്ട്. ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു 3-4 മാസത്തിനകം വിളിച്ചു യോഗമായിരുന്നു. അപ്പോൾ മുമ്പിലിരുന്നവർ പറഞ്ഞു, ഞാൻ തുറന്നു പറഞ്ഞു, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ആ മീറ്റിംഗിൽ അവസാനം സംസാരിക്കുകയായിരുന്നു. പറഞ്ഞു, ഞങ്ങൾ കർഷകൻ ദൈവമാണെന്ന് പറയും. കർഷകനെ കുറിച്ച് മിക്കവാറും എല്ലാവരും പറഞ്ഞു കർഷകൻ ദൈവമാണ്, കർഷകൻ പരിശുദ്ധനാണ്, കർഷകൻ നട്ടലാണ്, കർഷകൻ ഇങ്ങനെ പിന്നെ എല്ലാം കർഷകൻ തമ്പുരാനാണ്, ഇങ്ങനെ എല്ലാം മിക്കവാറും പറഞ്ഞതെല്ലാം കർഷകൻ നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥയോട് ചോദിച്ചു, ആ ദൈവത്തിന്റെ മകനെ നിങ്ങളുടെ മരുമകനാക്കാൻ നിങ്ങൾ തയ്യാറാണോ? പോയി ഇവിടെ ചിങ്ങം 1 പ്രസംഗിക്കുക, കർഷകൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ മകളെ നിങ്ങളുടെ മരുമകളാക്കാൻ തയ്യാറുണ്ടോ? ഒരൊറ്റ മലയാളം പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള ഇടത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാർ കുനിഞ്ഞിരുന്നു. 200 സ്ത്രീകളാണ് എല്ലാവരും. ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിങ്ങം 1 ഒരു പൊന്നാടയും കൊടുക്കും. പൊന്നാട എന്നൊക്കെ പറയും, ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നടക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഞാൻ അത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് കൃഷി വകുപ്പിൽ. ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഫലകമൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക്കിന്റെ പൂച്ചണ്ടും ഒഴിവാക്കണം എന്ന് ഞാൻ മന്ത്രിയായപ്പോൾ ഒരു സർക്കുലർ കൊടുത്തതാണ്. പ്രയോജനപ്പെടാത്ത കുറെ കാര്യങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഒരു പുതിയ പരിപാടിയാണ്, ഒരു കളറുള്ള ഒരു ഷാള് കൊടുക്കുന്നത്. അത് ഈ സ്റ്റേജിൽ കിട്ടുമ്പോൾ അല്ലാതെ പിന്നെ അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല. 10 രൂപ 100 രൂപ മുടക്കൽ അതിനകത്ത് ഒരു മുണ്ട് വാങ്ങിച്ചാൽ കർഷകന് കൊടുത്താൽ ഒരു പ്രയോജനമായി 10 ദിവസം ഉടുക്കുകയെങ്കിലും ചെയ്യാം. അപ്പൊ പ്രയോജനപ്പെടാവുന്ന ഒരു കാര്യം അത് കൊടുക്കണമെന്ന് ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറച്ചിൽ നിൽക്കുകയാണ് കർഷകൻ ദൈവമാണ്. അപ്പൊ കർഷകന് നമ്മൾ പറയുന്ന പരമ്പരാഗതമായ ഈ പ്രൈമറി അഗ്രികൾച്ചറിലൂടെ അവന്റെ വരുമാനത്തിൽ മാർക്കറ്റിനെ ബേസ് ചെയ്തുണ്ടാകുന്ന വർധനവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ മാറ്റത്തിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. ഞാൻ നാളികേരം ഉണ്ടാക്കി കൊണ്ടുവച്ചു, എനിക്ക് നിങ്ങൾ വില നിശ്ചയിച്ചു. ഞാൻ ആ നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കി ഞാനിവിടെ കൊണ്ടുവെക്കുന്നു. നിങ്ങൾ വന്ന് ചോദിക്കുന്നില്ല ഇത്ര രൂപയ്ക്ക് തരുമോന്ന്, എത്ര അതിന്റെ വില എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. മാറി. ഞാൻ ആ വെളിച്ചെണ്ണ നാളികേരത്തിൽ നിന്ന് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഞാൻ അതിന് ഇംഗ്ലീഷല്ലേ ചോദിച്ചത്, എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? വെർജിൻ കോക്കനട്ട് ഓയിൽ അറിയാമോ? അറിയാം. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കി. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ വന്ന് എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കൂ. എന്താ അതിന്റെ വില എന്ന് നിങ്ങൾ ചോദിക്കും. നോക്കണ, ഉൽപ്പന്നത്തിൽ നിന്ന് മൂല്യം വർദ്ധിച്ച വേറൊരു ഉൽപ്പന്നമാക്കി അതിനെ മാറ്റാൻ വേണ്ടി വില നിശ്ചയിക്കുന്നത് കർഷകനാണ്. കൂടുതൽ വില കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഏത്തക്കൊല ഉണ്ടാക്കി വെച്ചു, ഏത്തവാഴ വെച്ചു, കൊലയാക്കി, നിങ്ങൾക്ക് അതിനെ പൗഡർ ആക്കാം, നിങ്ങൾക്ക് അതിനെ ചിപ്സ് ആക്കാം, മറ്റു പല ഇതാക്കാം. അങ്ങനെ ആക്കുമ്പോൾ മൂല്യം
വർദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തി. നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് വില നിശ്ചയിക്കാൻ മാത്രമല്ല, അത് വില നിശ്ചയിക്കേണ്ടത് മാത്രമുണ്ട്, വിറ്റഴിച്ച് പോകണ്ടേ. അത് വിൽപ്പന നടത്തി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡറി അഗ്രികൾച്ചർ. നിങ്ങളടുത്ത് കൃഷി ചെയ്തു, നിങ്ങൾക്കിവിടെ ചെയ്യുമ്പോൾ പച്ചക്കറികളാണ്, ആ പച്ചക്കറികൾ ഉണ്ടാക്കി മണർകാട് ഇത് നോക്കി, അല്ലെങ്കിൽ 4 മണിക്കാറ്റ് ഈ ഭാഗത്തുണ്ടാക്കുക, ഇതുണ്ടാക്കിയാൽ ഇത്രയും കൂടി വിറ്റ് പോകും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി കയ്യും കെട്ടി കർഷകനും കൃഷി ഓഫീസിലും ഇരുന്നിട്ട് കഥയില്ല. നടുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഏക്കർ നട്ടു. എന്തായാലും നട്ടാൽ അടുത്ത ആഴ്ച ഫലം ഉണ്ടാവത്തില്ലല്ലോ, അങ്ങനൊന്നുമില്ലോ, ഇല്ല, അപ്പൊ സമയമെടുക്കും. ആ സമയം കഴിയുമ്പോൾ ഇത്ര ഉണ്ടാവും. 2 മാസം 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇത്ര വെണ്ടയ്ക്ക ഉണ്ടാവും. മറ്റു കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഇത്ര പാവയ്ക്ക ഉണ്ടാവും. അപ്പൊ അതിൽ എത്ര പാവയ്ക്ക ഇവിടെ വേണം, എത്ര പാവയ്ക്ക നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റും. കോട്ടയത്ത് നല്ല ഡിമാൻഡാണ്. ഇവിടെ 25 രൂപയുള്ള കോട്ടയത്ത് 50 രൂപ വരെ കിട്ടും. കോട്ടയത്ത് എത്തിക്കണം, രണ്ടാമത്തെ ഐറ്റമായി. അപ്പോൾ ലോജിസ്റ്റിക്സിന്റെ കാര്യം കയറി വരികയാണ്, അവിടെ എത്തിക്കണം. ആ എത്തിക്കണം എങ്ങനെയാണ്? 2 ചാക്കിനകത്ത് വെച്ച് കെട്ടിയിട്ട് ഒരൊറ്റ എയറാണ് അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു പറഞ്ഞ് അവിടെ കൊണ്ടുപോവാണ്. ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട് ഇല്ല, ഭക്ഷണ സാധനമാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ അതിനായിട്ടുള്ള പ്രത്യേകതരം വാഹനം ഉണ്ടാവണം. പ്രത്യേകതരം റെഫ്രിജറേറ്റർ വെഹിക്കിൾസ് ഉണ്ട്. റീഫർ വാൻ ഞാൻ തന്നെ വന്നതിന് ശേഷം ഞങ്ങൾ കുറെ റീഫർ വാൻ സഹകരണ സ്ഥാപനം കൊടുത്തു. എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഒക്കില്ല എന്നുള്ളൊരു ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ കൂടി വരണം. വരുമ്പോൾ FP ഉണ്ട്, FP ആയിരിക്കും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അടക്കം വെച്ചിട്ട് നമുക്ക് റീഫർ വാങ്ങി അപ്പൊ കർഷകരിൽ നിന്ന് ഒരു ചെറിയ പൈസ വാങ്ങിച്ചാൽ മതി. കോട്ടയത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു സ്വകാര്യ നമ്മുടെ സ്ഥാപനം കൂടെ അല്ലേ, അപ്പൊ നമുക്ക് കോട്ടയത്ത് എത്തിക്കുന്നു. മെച്ചപ്പെടും. ഇവിടെ 25 രൂപ അവിടെ 50 രൂപയായി. അവിടെ ലാഭത്തിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല. ഇനി ഈ സാധനം കോട്ടയത്ത് മാർക്കറ്റില്ല, ഇപ്പോഴൊന്നും മാർക്കറ്റില്ല, 2 മാസം കഴിഞ്ഞ നല്ല മാർക്കറ്റ് ആവും. 2 മാസം ഇത് സൂക്ഷിക്കാൻ സമയം വേണം. സൂക്ഷിക്കാൻ വെറുതെ ഗോഡൌണിൽ വെറുതെ കൊണ്ടുപോകാൻ ശീതീകരിച്ച സമയമാണ്. പാവയ്ക്കൊന്നും പയറിന് വേറൊന്നും ആയിരിക്കും. അപ്പൊ ഇത് ക്രമീകരിക്കാൻ പറ്റുന്ന അറകളോട് കൂടിയ സംവിധാനം വേണം. അപ്പൊ നമുക്ക് കോൾഡ് സ്റ്റോറേജുകൾ അനിവാര്യം വരും. അല്ലാത്ത സ്റ്റോറേജ് ഫെസിലിറ്റി വേണ്ടി വരും. ഇത് സംസ്കരിച്ച് വെക്കാൻ പറ്റുന്നുണ്ടാവും. ആ സംസ്കരിച്ച് വെക്കാൻ വേണ്ടി സംസ്കരിച്ച് നമുക്ക് അതിനെ മാറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പൊ നമുക്ക് പലവിധ തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അല്ലെങ്കിൽ സംസ്കരിച്ച് വെച്ച് കോൾഡ് സ്റ്റോറിൽ വെച്ച് മറ്റിടങ്ങളിലേക്ക് എത്തിച്ച് ഇതൊക്കെ ചെയ്യുന്ന സംവിധാനം വരുമ്പോഴാണ് സെക്കൻഡറി അഗ്രികൾച്ചർ. ഇതാണ് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിലൂടെയാണ് കർഷകന് ഒരു മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നത്. അങ്ങനെ മെച്ചപ്പെട്ട വരുമാനം കിട്ടണമെങ്കിൽ എനിക്ക് 1 ഏക്കറോ അല്ലെങ്കിൽ പാട്ടത്തിന് അല്ലെങ്കിൽ വല്ലതും ആരുടെ എടുക്കുകയോ ചെയ്തിട്ടുള്ള 1 ഏക്കറോ 1 2 ഏക്കർ ചെയ്ത് ഞാൻ നാളെ മുതൽ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കി കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഞാൻ റീഫർ വാൻ മേടിച്ചു പോവാ എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഒരിക്കൽ നാട്ടിലുള്ള മുഴുവൻ കർഷകരും ട്രാക്ടർ വാങ്ങിക്കുന്ന തിരക്കിലാണ് എല്ലാ കർഷകരും ട്രാക്ടറിന് കൊടുത്തത്. അങ്ങനെയല്ല അത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അതിനെയാണ് കൃഷിക്കാരുടെ കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്. കർഷക കൂട്ടങ്ങൾ തന്നെ ഒരു സ്ഥാപനങ്ങളാവേണ്ടതുണ്ട്. അവിടെയാണ് എന്നെ കൊണ്ട് മാത്രം ഒക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ലേസ്, ഞാൻ പേര് അങ്ങനെ പറഞ്ഞല്ലോ, മനസ്സിലാക്കാൻ തോന്നുള്ളൂ. ചിപ്സ് ഉണ്ടല്ലോ, കുട്ടികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ താല്പര്യമാണ്. ഒരു നല്ല ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ 1 പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാം. ഒരു നല്ല ഉരുളക്കിഴങ്ങിന് എത്ര പൈസ വില വരുന്നത് എനിക്കറിയാമോ? കൃഷിക്കാരന് ചിലപ്പോൾ ഒരു 5 പൈസയോ 10 പൈസ കൂടുതൽ അത് കിട്ടത്തേയില്ല. 10 പൈസ കിട്ടത്തില്ല. ഒരു നല്ല ഉരുളക്കിഴങ്ങിന് ഉടനെ 50 പൈസ ഉണ്ടല്ലോ, ആ 50 പൈസയുടെ സാധനമാണ് നിങ്ങൾക്ക് വന്നിട്ട് എത്ര രൂപയാണ് ആ പാക്കറ്റിന്റെ ഒരു താഴത്തേക്ക്. അപ്പൊ അതൊന്ന് സ്ലൈസ് ചെയ്തു, അത് എണ്ണക്കകത്തിട്ട് വറുത്തു, ഉപ്പും മുളകും കൂടി അതിനകത്തിട്ടു, നൈട്രജൻ കയറ്റി മനോഹരമായ ഒരു പാക്കറ്റിനകത്ത് കോടികളുടെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് മതി എന്ന തരത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇത് അഗ്രികൾച്ചർ കൃഷിയുടെ ഒരു ഉൽപ്പന്നം ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ഒരു കമ്പനി ഇറക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇറക്കാൻ ഒരു നാട്ടിലെ മണർകാട്ടെ സാധാരണ കർഷകരോട് നീ അങ്ങനെ ഇറക്ക് നടക്കില്ല. അപ്പൊ കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെയാണ് ഒരു FPO അല്ലെങ്കിൽ FPC, ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഈ കമ്പനി ഇത് വരുന്നു. നമുക്ക് ചെയ്യാൻ ഇവിടെ എന്തെല്ലാം ഉത്പാദിപ്പിക്കാൻ പറ്റും, ഈ മേഖലയുടെ പ്രത്യേകത എന്താണ്, ഇവിടെ എന്താണ് ഇത്, ഞാൻ ഒരിടത്ത് കണ്ടു, അത് ചെയ്യാൻ പറ്റുമോ, അതൊന്നും ആലോചിക്കണം. അതിനെ കുറിച്ചല്ല. ഈ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയുടെ ഇവിടെയാണ്. കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് സെക്രട്ടേറിയറ്റിലോ ഡയറക്ടറേറ്റിലോ പ്ലാനിംഗ് ബോർഡിലോ ഒന്നുമല്ല. കൃഷിയുടെ ആസൂത്രണം കൃഷിയിടത്തിലാണ് അറിയുന്നത്. പരമ്പരാഗതമായ അറിവുള്ള കർഷകരും കൃഷി പഠിച്ച ആൾക്കാരും ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ടാണ് കൃഷി പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കുള്ള അറിവുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതെല്ലാം എടുത്ത് നമുക്ക് നോക്കണം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് ഏതാണ് വിജയിക്കുക, അതിനെ എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾ ആ കാര്യത്തിൽ ഈ സെക്കൻഡറി അഗ്രികൾച്ചറിന് ഒരു പ്രാധാന്യം കൊടുത്തു തീരുന്നില്ല. ഇവിടെ ആദ്യം ചെയ്യുന്നത് എന്താ, നിങ്ങളുടെ പ്രോജക്റ്റിലാണ് നിങ്ങളുടെ അവസാനിക്കുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ തയ്യാറാക്കാൻ എങ്ങനെയാണ്
ഇനി ആ പ്രോജക്റ്റ് തയ്യാറാക്കാനൊരു സഹായമാണ് ആദ്യം വേണ്ടത്. എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അത് ഞങ്ങളുടെ ആശയം. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് നല്ലോണം അതിന്റെ കൂടെ നിന്നാണ് ഞങ്ങൾ DPR ക്ലിനിക്കൽ വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തു. DPR ക്ലിനിക്ക് ഇട്ടപ്പോൾ ഒരാൾ വന്നിരിക്കുന്നു, ലൈക്ക് ഇന്റർവ്യൂ സാറ് ഇരിക്കുകയാണ്, ഒരു ടീം നിൽക്കുന്നു. നബാർഡിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, നാപ്കോൺസ് പ്രതിനിധി ഉണ്ടായിരുന്നു, ബാങ്കേഴ്സിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, NIST ഉണ്ട്, CPCR, ഇങ്ങനെ ഒരുപാട് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ വിളിച്ചു. അവർ ചോദിച്ചു, ഞാൻ തന്നെ എന്ന് പറയാണ് എൻ്റെ പ്രോജക്റ്റ് ഉണ്ടാവും, ഞാൻ ആശയം പറയുന്നു. ഞാൻ പറഞ്ഞു കപ്പയിൽ നിന്നൊരു ഉൽപ്പന്നം ഉണ്ടാക്കാനാണ്. ശരി, കപ്പയിൽ നിന്ന് ഏത് കപ്പയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞാൻ പറയുന്നു. എനിക്കറിയില്ലെങ്കിൽ തീർന്നില്ല എൻ്റെ അവസ്ഥ. എൻ്റെ ഒരു ആശയം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കപ്പയിൽ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, പുതിയ ഒരു ചായ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ ഓർത്തു, ഒരു പുതിയ തരം ചായ, ബബിൾസ് ടീ. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇരിക്കുന്നതല്ല, നളൻ കുടിച്ചിട്ടുണ്ട്. ബബിൾസ് ടീക്കകത്ത് ചെറിയ ബബിൾസ് ഉണ്ടാവും. ആ ചായക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ പോയി കഥയില്ല, അതൊക്കെ കുടിക്കാനായിട്ടൊന്നും ഒരു കഥയില്ലേട്ടാ, വേറെ കുഴപ്പമില്ല. അവിടെ ബബിൾസ് ടീ ഒരു തരം ചായയാണ്. അത് നല്ലൊരു ചൂടിലാണ്, നല്ല തണുപ്പിലൊക്കെ ആയിരിക്കും. അതിനകത്ത് നിറയെ നമ്മുടെ പണ്ടത്തിൽ ഗോലിയില്ലേ പണ്ട് നമ്മൾ, അതേപോലുള്ള ചെറിയ ബബിൾസ് ഇങ്ങനെ കിടക്കും. ഇത് നമ്മുടെ കുടിക്കുന്ന കൂടുതൽ വരികയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ചേർത്തലയിൽ ഒരു കടയിൽ ഇത് കണ്ടിട്ട് ഒരു ദിവസം ഞങ്ങൾ കയറി. 200 രൂപ ഒരു ചായക്ക് എങ്കിലും ഒന്നറിയണമല്ലോ, എല്ലാ ദിവസവും കുടിക്കലും ജീവിതത്തിൽ ഒരിക്കലും കുടിക്കണമല്ലോ. നമ്മൾ കയറി, ഞങ്ങളെല്ലാം കൂടെ വണ്ടി കൊണ്ട് നിർത്തി ഞങ്ങൾ കയറി കുടിച്ചു. പൈസ എല്ലാം കൊടുത്ത് ചോദിച്ചു, ഇതെന്താ ഈ സാധനം അകത്ത് കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദിക്കുന്ന എൻ്റെ കൂടെ നമുക്ക് വലിയ മടിയാണ്. ആ വിളി നമുക്കത് ചോദിക്കണം, പൈസ കൊടുത്ത് കുടിക്കല്ലേ, ചോദിക്കല്ലോ. അപ്പോൾ പറഞ്ഞു ഇത് വെളിയിൽ നിറക്കുന്ന സാധനം. എനിക്കത് ആ രാജ്യത്തിന് വരാൻ തായ്വാനോ നിറക്കുക ചെയ്യുന്നതാണ്. ഇതെന്തെങ്കിലും ഉണ്ടാക്കുന്നത് കപ്പയിൽ നിന്നുണ്ടാക്കുന്ന സാധനം. ഈ സാധനം നമ്മുടെ കപ്പയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് വളരെ വലിയ ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് ഈ ബബിൾസ് ടീ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ എൻ്റെ ഒരു ആശയം കപ്പയിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആശയം പറയുമ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടോ, മിഷണറി എവിടെ കിട്ടും, എന്താണ് സംവിധാനം ചെയ്യാൻ പറ്റുക, ഈ കാര്യം ഈ പാനലിസ്റ്റുകൾ ഈ ചർച്ചകളിൽ പറയുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരാളാണ് പ്രോജക്റ്റ് തയ്യാറാക്കും. ആ തയ്യാറാക്കുന്ന പ്രോജക്ട് സ്ക്രീനിൽ ഈ പാനലിസ്റ്റിൽ കാണാൻ പറ്റാതെ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അറേഞ്ച് ചെയ്ത 50 DPR തയ്യാറാക്കിയപ്പോൾ കാനറ ബാങ്കിന്റെ പ്രതിനിധി ജനറൽ മാനേജർ എന്നെ അടുത്ത ദിവസം എന്നെ ഒരു പരിപാടിക്ക് കൊടുത്തു, സാർ 33 പേർക്ക് ഞങ്ങൾ ലോൺ കൊടുക്കാം, ഞങ്ങൾ വി ആർ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് മറ്റു കാര്യം എല്ലാം വെച്ചിട്ട് ആസൂത്രണം ചെയ്താൽ അത് നടക്കും. അപ്പോൾ ഒരു FPC ആ രംഗത്തേക്ക് എത്തുമ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്യണം. ഏത് ഉൽപ്പന്നം, എങ്ങനെ, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്, അതെങ്ങനെ, അത് എവിടെ എത്തിക്കാൻ പറ്റും. ഇത് ആധുനിക കാലത്തെ കൃഷി നമുക്ക് അങ്ങനെയാണ്. ആ കൃഷിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സെമിനാറിൽ മറിയ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഇപ്പൊ എല്ലാം പുതിയ തലമുറക്കാരാണ്. നമ്മളൊക്കെ പഴയ ജെൻ സിയുടെയും ജെൻ ആൽഫയുടെയും കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. 97-നും 2012-നും ഇടയിൽ ജനിച്ചവരാണ് ഈ ജെൻ സി എന്ന് പറയുന്നത്. ജനറേഷൻ ഇസഡ് ആണ് ജെൻ സി. ഇപ്പൊ 28 വയസ്സ് വരെ ആയിട്ടുണ്ടോ ഈ ജെൻ സി. 2012-നും 2015-നും ഇടയിൽ 25-നും ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ. ഇംഗ്ലീഷ് അക്ഷരമാല കഴിഞ്ഞു, ഇനിയിപ്പോ ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെ പോകണം. അവർക്ക് 13 വയസ്സ് വരെ ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ തൊട്ടിൽ കിടക്കുകയാണ് ജെൻ ബീറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അത്ര പഴഞ്ചനാണെന്ന് ജയരാജ സാർ ആലോചിച്ചോളാം. നമ്മളൊരുപാട് നമ്മളെ കണ്ടുള്ള ആൾക്കാർ വേറെ ഇല്ല. ഇത് എല്ലാ കാര്യം നമ്മളിലുള്ള ആയിരിക്കുന്ന എല്ലാം പിള്ളേരൊന്നും അതൊന്നും അല്ല. അവര് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടായിരുന്നു, ഞെട്ടിപ്പോകും. അവർ നിൽക്കുന്നതെല്ലാം ഒരു കൃഷി ചെയ്ത ഒരു സുജിത്ത്, അവൻ കൃഷി ചെയ്ത പൈസ കൊണ്ട് അവൻ ഔഡി കാറാണ്. ഞാൻ ഓടി എന്നാണ് പറഞ്ഞത്. പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്ന് അവൻ തിരിച്ചു തന്നെ വന്നത്. അവൻ വലിയ വിദ്യാഭ്യാസമല്ല, ഔഡി കാർ വാങ്ങിച്ചത് കൃഷി ചെയ്തുള്ള പൈസ കൊണ്ടാണ്. കണ്ണൂരെ അനീഷ് മലയാള മനോരമയുടെ അവാർഡുദാനാണ്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഞാനും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും കൂടി പ്രത്യേകമായ അനുവാദം വാങ്ങിയിട്ട് ഞങ്ങൾ പോയി അവിടേക്ക്. ഉദ്ഘാടനം ബംഗാൾ ഗവർണർ ആദരണീയനായ നമ്മുടെ ആനന്ദബോസ് IAS അദ്ദേഹമാണ് ഉദ്ഘാടനം. അനീഷോടെയും ചോദിച്ചു പ്രതിമാസം എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. അനീഷ് പറഞ്ഞു 5 ലക്ഷം രൂപ കിട്ടുന്നു. ഞാൻ ആനന്ദബോസ് സാർ കേട്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചോദിച്ചു. നമ്മൾ ഈ അനീഷിന്റെ വരുമാനം എത്ര കിട്ടും എന്ന്
വീണ്ടും ഒരിക്കൽ കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു. അനീഷ് പറഞ്ഞു, സാർ 5 ലക്ഷം രൂപയ്ക്ക് കുറയാറില്ല ഒരു മാസം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കമന്റ് അടിച്ചു. അപ്പൊ തന്നെ ആനന്ദബോസ് സാറിനോട് ടാക്സും കൊടുക്കേണ്ട കേട്ടാ. പാലക്കാട് എലവഞ്ചേരി കർഷകർ ഒരു വർഷം 1 കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറി വിൽക്കും. നിരവധി പേർ. ഇത്ര വരുമാനം നിങ്ങൾ ആലോചിച്ചിരിക്കും. സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലത്തുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന 1 ലക്ഷത്തിലധികം കർഷകർ കേരളത്തിൽ ഉണ്ടാവണം. പുതുതായിട്ട് ഇപ്പോൾ ഉള്ളത് വെച്ച് കണക്കൂട്ട് വെക്കാനാണ്. അതിന് നമുക്ക് മാറാൻ പറ്റും. ഈ ജെൻസി മറിയ എന്ന് പറഞ്ഞു, മറിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് പറഞ്ഞു, അവളെന്ന് പറഞ്ഞു അവള് പഴവർഗ്ഗങ്ങൾ കയറ്റി ചെയ്യുമ്പോൾ അവള് അവർക്ക് പറയുന്നത് സാർ 2 രൂപ കൂട്ടിത്തരണം എന്നതല്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് ചാർജിന്റെ കാര്യത്തിൽ കുറവ് വരുത്താൻ പറ്റുമോ? നമുക്ക് വിദേശത്തേക്ക് അയച്ചേക്കാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ വിദേശ ഫ്രൂട്ട്സ് ഒക്കെ റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ ഇതൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് നല്ല അങ്ങേറ്റം രുചികരമാണെന്നാണ് പറയുന്നത്. അവർ ആ മാർക്കറ്റിനെയാണ് അവരൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാണ് നിൽക്കുന്നത്. ഈ യൗവനങ്ങൾ പണ്ടത്തെ പോലെ കൃഷിക്കാരന്റെ പടം എടുത്ത് ഈ ടൈസ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു കർഷകന്റെ പടം ഇടണം തീരുമാനിച്ചാൽ നമ്മുടെ റോയ് പോൾ സാറൊക്കെ ഏത് പടം എടുക്കും? കയ്യിലേക്ക് കൊടുത്ത് തലയിൽ കെട്ടും കെട്ടി വളരെ ദയനീയമായി നിൽക്കുന്നത്. ഈ കാലം ആ പടമൊന്നും ഇടല്ലേ പിള്ളേർ പറയുന്നത്. ഒരു ഒന്ന് പറഞ്ഞു, സാർ ഇങ്ങനെയുള്ള പടമൊന്നും ഇടരുത്. ഞങ്ങളൊക്കെ കൃഷി രംഗത്ത് നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഞങ്ങൾ ഇതാണ് നിൽക്കുന്നെല്ലാം. ആ രംഗത്തേക്ക് നിൽക്കുന്നവർ വളരെ ഗൗരവതരമായി കൃഷിയെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരമ്പരാഗത കർഷകരെയും ഈ തലമുറയെയും കൂട്ടി യോജിപ്പിച്ച് അങ്ങേറ്റം ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ നമുക്കിന്ന് എത്തിക്കണം. ഒപ്പം നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യം കൂടി മറ്റുള്ളവരിലേക്ക് എത്താം. വിഷരഹിതമായ ഭക്ഷണത്തിലേക്ക് എത്താൻ കഴിയണം. പറഞ്ഞു ഇച്ചിരി നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഇത്രയും ഒരു കനപ്പെട്ട വേദിയും വിലപ്പെട്ട സദസ്സുമാണ് ഈ പരിപാടിക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ അങ്ങ് ബാക്കി ഇന്ന് രാവിലെ മുതലെല്ലാം ഇങ്ങനെ എല്ലാം വരുമ്പോഴും എല്ലാം ഓരോ വാക്ക് പറഞ്ഞ് ഞാൻ എങ്കിലും ഒരു വലിയ പരിപാടി, നല്ല പരിപാടി, ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. സബ്സിഡി വാങ്ങിച്ച് ഉള്ള തരത്തിലേക്കല്ല, ഒരുപാട് ചെയ്യാൻ പറ്റും. എത്ര സബ്സിഡി കിട്ടുമെന്ന് നോക്കിയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു കൃഷിയും ചെയ്യുകയില്ല. അവർക്ക് കൃഷിയുടെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും. എന്നോടൊന്ന് ചോദിക്കണം, എന്ത് സബ്സിഡി കിട്ടുമ്പോൾ ഇത്രയും പറഞ്ഞത് വൃഥാവിലായി പോയല്ലോ എന്ന് അന്നേരം തോന്നി. വളരെ കഷ്ടമാണ്. അതുകൊണ്ടൊന്നുമല്ല, അല്ലാതെ നമുക്ക് എത്ര ഇതുണ്ടാവും. നമ്മൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഓരോ ഘട്ടം സഹായിക്കേണ്ട ഘട്ടമല്ല, ആ ഘട്ടങ്ങളിൽ നമുക്ക് സഹായിക്കേണ്ടത്. ഞങ്ങൾ ഫ്രൂട്ട് ക്ലസ്റ്ററിലേക്ക് നീങ്ങി. ഈ പഴങ്ങൾ ചിലപ്പം ഞങ്ങളൊരു എന്താ പറയുന്നത്, ഈ മഷ്റൂം കൂൺ ഗ്രാമങ്ങൾ 100 കേരളത്തിൽ ആദ്യം തുടങ്ങുകയാണ്. എല്ലാ ആരോഗ്യവുമായി ലിങ്ക്. ഞങ്ങളിപ്പം അതിനുവേണ്ടി കുറെ കർഷകരെ അയക്കാൻ തീരുമാനിച്ചു. ആദ്യം 5 കർഷകരെ ഞങ്ങൾ അയച്ചു. പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു ടീമിനെ കൂടെ വിടണമെന്ന് തോന്നി. ഞാനിവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അത് ഈ ഹിമാചൽ പ്രദേശിലെ സോളനിലാണ് ഈ മഷ്റൂം കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ ഹിമാചലാണ് ഇന്ത്യ ഗവൺമെന്റ് റിസർച്ച് സെന്റർ ഉള്ളത്. ഈ സോളനിലാണ്. അപ്പോൾ സോളനിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോയപ്പോൾ തീരുമാനിച്ചത് പോകുന്ന ടീമിനകത്ത് ഒരു പകുതിയെങ്കിലും കർഷകരുണ്ടാവണം. ആ കർഷകരിൽ ഏതാണ്ട് 3 പേർ ജെൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾ കാസർഗോഡുകാരൻ സച്ചിൻ പൈ, വേറൊരാൾ കണ്ണൂരുകാരനാണ് രാഹുൽ, വേറൊരാൾ പത്തനംതിട്ടക്കാരനാണ് ലിജിൻ പഴകക്ഷി, പിന്നൊന്ന് ഫാദർ ബെന്നി നിരപ്പേൽ തലശ്ശേരി ഒരു രൂപതയുടെ ഒരു FPOയുടെ പ്രതിനിധിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടത് RCCയുടെ അഡീഷണൽ ഡയറക്ടറേയും കൂടിയാണ്. ഇതൊരു നമ്മൾ ഗൗരവത്തിൽ കാണുന്നില്ല ഭക്ഷണത്തിന്റെ കാര്യം. നമ്മൾ RCCയുടെ അഡീഷണൽ ഡയറക്ടറാവും ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരാൾ വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. ഈ പെൻസിലിൻ ഉണ്ടാക്കുന്നത് ഈ ഫംഗസിൽ നിന്നാണ്. ആദ്യത്തെ എന്തൊരു വലിയ വെച്ചാണ് ഇത്. മഷ്റൂമിന്റെ ഗുണമേന്മ വളരെ വലുതാണ്. നമ്മളിപ്പോഴും തിരിച്ചറിയുന്നത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെല്ലാം. നമുക്ക് കയറ്റുമതിക്ക് വേണ്ട സാധ്യത. ഞങ്ങൾ വിട്ട കൊല്ലത്തുനിന്നുള്ള ലാലു ഇപ്പം അമേരിക്കയിലേക്ക് മഷ്റൂം കോഫി കയറ്റി അയക്കുകയാണ്. വലിയ സംരംഭങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് എന്തെല്ലാം സാധ്യതകൾ ലോകത്തിന് മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ വന്ന് ലാഭകരമായി ഈ കർഷകർക്ക് വേണം. കൃഷി എന്നത് തിരുമേനിയുടെ പറഞ്ഞ അന്തസ്സാർന്ന ജീവിതം നയിക്കാനുള്ള ഒരു ഘടകമായി മാറും. സമൂഹത്തിനൊരു അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ ഇതുകൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് അവർക്ക് ആ അംഗത്വത്തിന് അല്ലെങ്കിൽ കമ്പനിക്ക് മെച്ചപ്പെടത്തിൽ ഉയർന്നു വരാൻ കഴിയണം. അതിന്റെ പ്ലാൻ പദ്ധതി ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ച്
സംസ്ഥാന കൃഷി വകുപ്പിൽ നിന്ന് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.